ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കോട്ടയം സ്റ്റൈലിലെ ബീഫ് റോസ്റ്റ് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഗരം മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പെരിഞ്ജീരകം ഇത്ര എടുക്കുക. ഇത് ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. കുറച്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കറുവാപ്പട്ട ചെറിയ കഷ്ണമായിട്ട് ഒടിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഏലക്ക ഒരു 4-5 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. നമുക്ക് പൊടിച്ചെടുക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ മസാല, ഗരം മസാല. നമ്മൾ ഈ ബീഫിൽ ഉപയോഗിക്കാൻ പോണ മസാല. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച 1/2 കിലോ ബീഫുണ്ട്. അത് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 3 ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ്. പിന്നെ ഇഞ്ചി, 1 സ്പൂൺ ഇഞ്ചി ചതച്ചത്, നന്നായിട്ട് ചതച്ചതാണ്. അതുപോലെ 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 3 പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് നാരങ്ങ നീരൂടെ, ഒരു നാരങ്ങയുടെ നീരൂടെ നമ്മൾ പിഴിഞ്ഞൊഴിക്കുക. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്കത് കുക്കറിൽ 3-4 വിസിലടിക്കുക. അതായത് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ്, വളരെ ടേസ്റ്റി ആയിരിക്കും. ഇതുപോലെ കുറച്ച് ഒരു 10-15 വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂപ്പിക്കണം. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി, ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ബീഫിന് വളരെയധികം ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ്. അതുപോലെ ഞാൻ ഒരു കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ അരിഞ്ഞതുണ്ട്. അതുകൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ മസാലക്കൂട്ടിൻ്റെ കൂടെ കിട്ടുന്ന ഇലയില്ലേ, വഴണയില, അതുകൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫിൽ നമ്മൾ മസാലയെല്ലാം ഓൾറെഡി ഇട്ടതായിരുന്നല്ലോ, അപ്പം അത് നന്നായിട്ട് ബീഫ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെയാണ് ബീഫ് വെച്ചത്. അപ്പം ഇത്രയും വെള്ളം ബീഫ് വെന്ത് കഴിഞ്ഞപ്പോൾ വന്നു. ആ വെള്ളം നമ്മൾ അതേപടി ഇതിൽ വെച്ചൊന്ന് ഇതുപോലെ പറ്റിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെള്ളം പറ്റുന്നതനുസരിച്ച് ഇത്രയും ഈ ഒരു ലെവലിൽ പറ്റി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി നന്നായിട്ട് ഇളക്കി ചെറുതീയിൽ, അതായത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ട് നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ചുകൂടെ പറ്റുന്നതനുസരിച്ച് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ബീഫ് റോസ്റ്റിന് ഇടുന്നത് വളരെ ടേസ്റ്റിയാണ്. അത് നന്നായിട്ട് വെള്ളം ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് മാത്രം ചേർക്കുക. ഇപ്പോൾ നമ്മുടെ ബീഫിലെ വെള്ളം ഫുള്ള് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോട്ടയം സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്തിടുകയാണ്. ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, പെട്ടെന്ന് വീഡിയോ കാണാനായിട്ട്. സോ താങ്ക് യു.